ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ദേവിയോട് യാത്രയൊക്കെ ചോദിച്ച് നമ്മുടെ മീനു ഓഫീസിൽ പോകാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോഴാണ് മുറ്റത്ത് നമ്മുടെ അനു ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നത് കാണുന്നത്. അത് കാണുന്ന അനുവിൻ്റെ അടുത്തേക്ക് മീനു ചെല്ലുക. എന്നിട്ട് ചോദിക്കും, മോളെ നീ എന്താ ഇവിടെ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പം അനു പെട്ടെന്ന് മീനുവിനെ കണ്ട് എഴുന്നേറ്റ് മീനുവിൻ്റെ അടുത്തേക്ക് ചെല്ലൂട്ടോ. മീനു ചേച്ചി, ഞാൻ ഹോസ്റ്റലിലേക്ക് മാറിക്കോട്ടെ എന്ന് ചോദിക്കാം. അപ്പോൾ ഇവളിത് എന്താ പറയുന്നേ എന്നുള്ള രീതിയിൽ നമ്മുടെ മീനു അനു പറയുന്നത് കേൾക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണേ. ചേച്ചി, ഇവിടെ മീനു ചേച്ചിയും ഏടത്തി അല്ലാതെ ഒരാളും എൻ്റെ മുഖത്ത് നോക്കുന്നു പോലും ഇല്ല. എനിക്ക് പറ്റുന്നില്ല ചേച്ചി ഈ അവഗണന സഹിക്കാൻ. ഞാൻ ഹോസ്റ്റലിലേക്ക് മാറിക്കോട്ടെ. എന്നെ ആരും ഒന്ന് വെറുതെ പോലും നോക്കുന്നില്ലല്ലോ. ഇത്രയ്ക്കധികം എന്നെ എല്ലാവരും വെറുത്തു പോയോ? ഈ അവസ്ഥയിൽ ഞാൻ ഇനിയും ഇവിടെ നിൽക്കുന്നത് ശരിയല്ല മീനു ചേച്ചി. ഞാൻ മാറിക്കോളാം. അതുകൊണ്ടാണ് ഞാൻ ഹോസ്റ്റലിലേക്ക് മാറിക്കോളാം എന്ന് വിചാരിച്ചത് എന്ന് നമ്മുടെ അനു പറയൂട്ടോ. പക്ഷേ മീനു ചേച്ചി എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്താലേ എനിക്ക് ഹോസ്റ്റലിലേക്ക് മാറാൻ പറ്റും എന്ന് മീനു ചോദിക്കും. നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഹോസ്റ്റൽ ഫീസിൻ്റെ കാര്യമാണോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പം അനു പറയും, അതെ, ഇപ്പോൾ അച്ഛനോട് എനിക്ക് ഹോസ്റ്റൽ ഫീസ് ഒന്നും ചോദിക്കാൻ പറ്റില്ലല്ലോ. 1-2 മാസം മീനു ചേച്ചി എന്നെ ഒന്ന് സഹായിച്ചാൽ മതി. അതിനുള്ളിൽ ഒരു പാർട്ട് ടൈം ജോബ് ഞാൻ കണ്ടെത്തിക്കോളാം. പിന്നെ ഹോസ്റ്റൽ ഫീസ് ഞാൻ തന്നെ അടച്ചോളാം എന്ന് പറയാം. പിന്നെ ചേച്ചിയെ ഞാൻ ബുദ്ധിമുട്ടിക്കില്ല ചേച്ചി. ഹോസ്റ്റലിലേക്ക് മാറാനാണ് നിൻ്റെ തീരുമാനമെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് മീനു പറയും. നീ പാർട്ട് ടൈം ജോബൊന്നും ഇപ്പം തൽക്കാലം സംഘടിപ്പിക്കേണ്ട. നിൻ്റെ പഠിത്തത്തിൻ്റെ മുഴുവനും ഉത്തരവാദിത്വം ഞാൻ നോക്കിക്കോളാം എന്ന് മീനു പറയും. ചേച്ചി, ഞാനെന്നാൽ ഇന്ന് തന്നെ ഹോസ്റ്റലിലേക്ക് മാറിക്കോട്ടെ. അപ്പം മീനു പറയും, പോയിക്കോ. പക്ഷേ ചേച്ചി ഒരു കാര്യം ചോദിക്കട്ടെ? എന്താ ചേച്ചി? ചേച്ചി എന്താ ചോദിച്ചു വരുന്നത്? ഹോസ്റ്റലിലേക്ക് മാറിയാ നിൻ്റെ മനസ്സിന് സമാധാനം കിട്ടുമെന്ന് നിനക്ക് അത്രയ്ക്ക് ഉറപ്പുണ്ടോ അനു എന്ന് ചോദിക്കുക. അപ്പം അനു ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ്. ഹോസ്റ്റലിൽ നീ തീർത്തും ഒറ്റപ്പെട്ടു പോവില്ല മോളെ. അവിടെ ഹോസ്റ്റൽ റൂമിലിരുന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് വേദനിക്കാനല്ലേ നീ പോകുന്നത്? അതാ യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത്. അല്ലാതെ ഇവിടെ നിന്ന് മാറിയെന്ന് കരുതി നിന്റെ മനസ്സ് ശാന്തമാകാനൊന്നും പോകുന്നില്ല എന്ന് നമ്മുടെ മീനു പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ് അനുവിനെ. അപ്പം അത് കേൾക്കുന്ന അനു ശരിയാണെന്നുള്ള രീതിയിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഞാൻ പിന്നെ എന്താ ചേച്ചി ചെയ്യുക? അത് മാത്രമല്ല, ഇപ്പം നീ ഹോസ്റ്റലിലേക്ക് മാറിക്കഴിഞ്ഞാൽ ബന്ധങ്ങൾക്കിടയിലെ ഈ അകലം കൂടുകയല്ലേ ഉള്ളൂ. പിന്നെ ഒന്നും പഴയതുപോലെ ആക്കാൻ നിന്നെക്കൊണ്ട് സാധിക്കാതെ വരും മോളെ എന്ന് മീനു പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അനു അതെല്ലാം കേട്ട് നിൽക്കുന്നുണ്ട്. അനു, നീ ഇവിടെ തന്നെ ഉണ്ടാവണം. നിന്റെ മനസ്സിന് വിഷമം വരുമ്പോൾ നിന്നെ ആശ്വസിക്കാനും ചേർത്ത് പിടിക്കാനും ഞാനും ഏട്ടത്തി ഇവിടെ ഉണ്ടല്ലോ. ഞങ്ങൾ നിന്നെ ഒരിക്കലും ഒറ്റപ്പെടുത്തില്ല. ഞങ്ങൾ നിങ്ങളെ കൈവിട്ട് കളയേയില്ല. നീ സമാധാനമായിട്ടിരിക്കൂ കുട്ടി എന്ന് മീനു അനുവിനോട് പറയാണ്. ഏടത്തി, എങ്കിലും ഈ ഒറ്റപ്പെടൽ എന്നെക്കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല ഏടത്തി. ഒരു തെറ്റും ചെയ്യാതെ എല്ലാവരും എന്നെ ഇത്രയേറെ അവഗണിക്കുന്നത്. ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാ ഞാൻ ഹോസ്റ്റലിലേക്ക് മാറാമെന്ന് തീരുമാനിച്ചത് എന്ന് അനു പറയൂട്ടോ. പക്ഷേ മീനു ചേച്ചി പറയുന്നതാ ശരി. ഞാനിപ്പോൾ ഇവിടുന്ന് മാറിയ എന്നോട് ആരും ഒരിക്കലും പിന്നെ പഴയ സ്നേഹത്തിലേക്കാവില്ല. എൻ്റെ റൂം മാത്രം മാറുന്നതേ ഉള്ളൂ. ഇതേ കാര്യങ്ങൾ തന്നെ ആലോചിച്ച് ഒരു സമാധാനവും ഇല്ലാതെ അവിടെ ഞാൻ വിഷമിച്ചിരിക്കത്തേ ഉള്ളൂ. അതെ, എൻ്റെ കുട്ടി പോയി കുളിച്ച് ഒന്ന് ഫ്രഷായിട്ട് പോയിരുന്ന് പഠിക്കാൻ നോക്ക്. എക്സാമിന് ഇനി അധിക ദിവസമൊന്നും ഇല്ലല്ലോ എന്ന് പറയാം. എനിക്ക് പഠിക്കാനൊന്നും തോന്നുന്നില്ല ചേച്ചി. അങ്ങനെ നീ വിചാരിക്കരുത്. ഈ പ്രശ്നങ്ങളൊന്നും നിന്നെ എക്സാമിനെ ബാധിക്കാൻ പാടില്ല. നീ ഇത്രയും നാളും കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആയി പോകും. സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്നതാ ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ കരുത്ത്. അത് ഇല്ലെന്നാക്കരുത്. ഒരു നല്ല കരിയർ വേണം എന്നുള്ളൊരു വാശി നിനക്കുണ്ടാവണം. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഇതുപോലെ ഒരുപാട് പ്രതിസന്ധികൾ ലൈഫിൽ ഇനിയും ഉണ്ടാകും. അതൊക്കെ ഫേസ് ചെയ്യാതെ ജീവിതം ഒരിക്കലും മുന്നോട്ട് പോകില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ എല്ലാം നടന്നാൽ അത് ജീവിതമാകുമോ? ലേറ്റ് ആകുന്നു, ചേച്ചി പൊയ്ക്കോട്ടെ എന്ന് മീനു ചോദിക്കും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചു പറയണം. അല്ലാതെ സങ്കടപ്പെട്ടിരിക്കരുത്. ഞാൻ എന്തേലും വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. വരുമ്പോൾ ഞാൻ മേടിച്ചുകൊണ്ട് വരാം കേട്ടോ എന്ന് പറഞ്ഞ് മീനു അവിടെ നിന്ന് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. മീനു പറഞ്ഞ വാക്കുകൾ ഓരോന്നും അനു അപ്പം ചിന്തിച്ച് നിൽക്കുക. ഏടത്തി പറഞ്ഞത് ശരിയാ. ഞാനിപ്പോൾ ഇവിടുന്ന് മാറിയാൽ ഇവിടെ ഉള്ളവരുടെ അകൽച്ച കൂടാനേ അതുകൊണ്ട് വഴിയൊരുക്കുള്ളൂ എന്നൊക്കെ. ഇതേ സമയം നമ്മുടെ ആകാശ് ഫോണിലൊക്കെ നോക്കിക്കൊണ്ട് വീടിന് പുറത്തേക്ക് ഇറങ്ങി വരിക. ആകാശിനെ കാണുന്ന അനു വളരെ പ്രതീക്ഷയോടുകൂടി നോക്കി നിൽക്കുകയാണ് കേട്ടോ. ഏട്ടൻ തന്നോട് ഒരു വാക്കെങ്കിലും മിണ്ടുമോ എന്ന് കരുതിയേ. പക്ഷെ നമ്മുടെ ആകാശാണെങ്കിൽ അനുവിനെ കണ്ടതായിട്ട് പോലും ഭാവിക്കുന്നില്ല. അപ്പം അനു ആകാശിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ഏട്ടാ എന്നും പറഞ്ഞ് വിളിക്കും. അത് കാണുന്ന ആകാശിന് നല്ല ദേഷ്യം വരിക. അനുവിനോട് മിണ്ടാൻ പോലും തോന്നാതെ അവളെ അവഗണിച്ച് അവിടെ നിന്ന് അങ്ങോട്ട് കടന്നു പോവാണ് കേട്ടോ. അത് കാണുന്ന അനുമോക്ക് ഒരുപാട് സങ്കടം വരിക. തന്നെ അത്രയേറെ സ്നേഹിച്ചിരുന്ന തൻ്റെ ഏട്ടന്മാർ തന്നെ ഇത്രയധികം വെറുത്തു പോയോ എന്നൊക്കെ ചിന്തിച്ച് അവൾ അവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കുക.
സമയം നമ്മുടെ ആനന്ദും ഓഫീസിൽ പോകാനായിട്ട് ഒരുങ്ങി വരികയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഹാളിൽ വന്നിട്ട് ഗോമതിയെ വിളിക്കുക. അമ്മേ, എനിക്ക് പോകാറായി എന്ന് പറയാം. അത് കേൾക്കുന്ന ഗോമതി നമ്മുടെ ആനന്ദിനുള്ള ടിഫിൻ ബോക്സ് ഒക്കെ റെഡിയാക്കിക്കൊണ്ട് വരികയാണ്. അപ്പം ഗോമതിയെ കാണുന്ന ആനന്ദിന് എങ്ങനെ ഗോമതിയെ അഭിമുഖീകരിക്കണം എന്നുള്ളൊരു ചിന്തയുണ്ട് കേട്ടോ. അപ്പം ഗോമതിയുടെ കയ്യിൽ നിന്ന് ആ ബാഗിലേക്ക് വെക്കാനായിട്ട് ചോറ്റുപാത്രം മേടിക്കുക. ഞാൻ വെച്ചോളാം അമ്മേ എന്ന് പറഞ്ഞ് മേടിക്കുക. അല്ല, ഇപ്പം നിനക്ക് അമ്മയെന്നുള്ള ചിന്തയൊക്കെ വന്നോ? ഇന്നലെ നീ എന്നെ അങ്ങനെ അല്ലല്ലോ വിളിച്ചത് എന്ന് ഗോമതി സങ്കടത്തോടു കൂടി ചോദിക്കുക. ഇന്ന് വരെ നീ എന്നെ അമ്മയെന്നല്ലാതെ ഒന്നും വിളിച്ചിട്ടില്ല. പക്ഷേ ഇന്നലെ നീ എന്നെ നിങ്ങളെന്ന് അഭിസംബോധന ചെയ്തത്. എടാ, നമുക്ക് ദേഷ്യം വരുമ്പോഴേ നമ്മൾ പല വാക്കുകളും പലരെയും വിളിക്കും. അതുപോലെ എന്നെ നീ വിളിച്ചതാണോടാ? പക്ഷെ അത് കേൾക്കുന്നവർക്ക് ഉണ്ടാകുന്ന വേദനയെക്കുറിച്ചും കൂടി നീ ആലോചിക്കണം. നിന്റെ ഭാഗത്തെ വിഷമം മാത്രം നീ കാണരുത്. അമ്മ അത് വിട്ടുകള. അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിൽ അറിയാതെ. അതേടാ, നിനക്ക് മാത്രമേ ഉള്ളൂ ഈ പറയുന്ന മാനസികാവസ്ഥയൊക്കെ. ഇന്നലെ ആ റൂമിൽ നീ എന്തൊക്കെയാടാ കാട്ടിക്കൂട്ടിയത് എന്ന് ഗോമതി ചോദിക്കും. ആ കുഞ്ഞിൻ്റെ തൊട്ടിൽ അവളുടെ മുന്നിൽ വെച്ച് നീ നശിപ്പിച്ചു. അവൾ അതൊക്കെ എങ്ങനെ സഹിക്കുമെടാ എന്ന് ഗോമതി ദേഷ്യപ്പെട്ടുകൊണ്ട് ആനന്ദിനോട് ചോദിക്കുക. നീ എന്തൊക്കെയാണ് ആനന്ദ ചെയ്തു കൂട്ടുന്നത്? അവളുടെ മാനസികാവസ്ഥ കൂടി നിനക്കൊന്ന് പരിഗണിച്ചൂടെ എന്ന് ചോദിക്കുകയാണ്. അതിനൊന്നും ആനന്ദ് മറുപടി പറയാതെ നിൽക്കുക. ഗോമതിയുടെ ദേഷ്യത്തോടെയുള്ള മുഖം കാണുന്ന ആനന്ദിന് സങ്കടം വരികയാണ്. അമ്മ എന്താ ഈ പറഞ്ഞു വരുന്നേ? നീ അച്ഛനാണെങ്കിലേ ആ കുഞ്ഞിൻ്റെ അമ്മയല്ലേ അവള്? അവളെ ഒരു രീതിയിലും പരിഗണിക്കാതെ നീ എന്തിനാ ഇങ്ങനെ വേദനിപ്പിക്കുന്നേ? ഒരു സ്ത്രീയുടെ മനസ്സിനെ പറ്റി നിനക്ക് വല്ലതും അറിയാവോ ആനന്ദേ എന്ന് ഗോമതി ചോദിക്കുക. സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെട്ട ഒരമ്മയാ ദേവി. അവളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്ന് നിനക്കറിയാവോ? അവളോട് കരുണയും സ്നേഹവും കാണിക്കേണ്ടതേ അവളുടെ ഭർത്താവാ. എടാ, ഞങ്ങളുടെ ആരുടെ സ്നേഹമല്ലടാ, നീ അവളോട് കാണിക്കുന്ന സ്നേഹവും നീ നൽകുന്ന ആശ്വാസ വാക്കുകളുമാ ഈ സമയത്ത് അവൾക്ക് ഏറ്റവും ബലം. പക്ഷെ നീ എന്താ ചെയ്യുന്നത്? അവളെ ഓരോന്ന് പറഞ്ഞ് വേദനിപ്പിക്കുമല്ലേ? അത് ചെയ്യേണ്ടവനല്ലേടാ നീ? എന്നിട്ട് നീ എന്തൊക്കെയാ ഈ കാട്ടിക്കൂട്ടുന്ന ആനന്ദേ? ഹോസ്പിറ്റലിൽ വെച്ചേ ഞാൻ ശ്രദ്ധിക്കുന്നതാ നിനക്ക് അവളോടുള്ള അവഗണന. ആ പെങ്കൊച്ചിനോട് ഒരു നല്ല വാക്ക് നീ പറഞ്ഞിട്ടുണ്ടോ? നിനക്ക് മാത്രമേ ഈ ലോകത്ത് വിഷമങ്ങളുള്ളോ? അവളായതുകൊണ്ടല്ലേടാ ഇതൊക്കെ സഹിക്കുന്നത്. വേറെ ആരെങ്കിലും ആണെങ്കിലേ ഇതൊന്നും സഹിക്കില്ല. വേറെ ഏതെങ്കിലും പെങ്കൊച്ചാണെങ്കിലേ ഇപ്പം എന്താകുമായിരുന്നു അവസ്ഥ എന്ന് ഗോമതി പറയാം. എടാ, അവളുടെ വീട്ടുകാർ പോലും അവളുടെ അടുത്തില്ല. അങ്ങനെയുള്ളപ്പം നമ്മൾ വേണ്ടേ അവളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ? ഇത്രയൊക്കെ പാവം പിടിച്ചൊരു പെങ്കൊച്ചിനോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിനക്ക് എങ്ങനെയാടാ തോന്നുന്നേ എന്നൊക്കെ ഗോമതി പറയാം. പഞ്ചപാവം, അവൾ ആരാണെന്ന് എൻ്റെ അമ്മയ്ക്ക് ശരിക്കും അറിയില്ല എന്ന് അപ്പോൾ ആനന്ദ് മനസ്സിൽ പറയൂട്ടോ. അതറിയുന്ന നിമിഷം അമ്മ അവളെ വെറുത്തു പോകും. അമ്മ തന്നെ അവളെ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കും എന്നൊക്കെ നമ്മുടെ ആനന്ദ് ചിന്തിക്കുകയാണേ. അപ്പോൾ ആനന്ദ് ചിന്തിച്ച് നിൽക്കുന്ന കാണുമ്പോൾ ഗോമതി അടുത്തേക്ക് വരിക. എന്നിട്ട് അവനെ തട്ടും. എന്താടാ, നിനക്കിപ്പോൾ ഒന്നും പറയാനില്ലേ? നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? നീ എന്താ ഒന്നും മിണ്ടാത്തെ? അമ്മേ, ഇപ്പം തൽക്കാലം എനിക്ക് ഈ കാര്യത്തെപ്പറ്റി ഒന്നും സംസാരിക്കാൻ താല്പര്യമില്ല. ഞാൻ ഓഫീസിൽ പോട്ടെ എന്ന് ആനന്ദ് പറയും. എനിക്ക് സംസാരിച്ചേ പറ്റൂ. നീ ചെയ്യുന്നതെല്ലാം ശരിയല്ല ആനന്ദേ എന്ന് ഗോമതി പറയാണ് കേട്ടോ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ദേവിമോളോട് ഈ രീതി പെരുമാറാൻ പറ്റത്തില്ല എന്ന് തീർത്ത് പറയാ ഗോമതി. നീ അവളോട് മര്യാദയ്ക്ക് സംസാരിക്കണം, സ്നേഹത്തിൽ ഇടപെടണം. അത് നിർബന്ധമാ. ഇത് അമ്മ നൽകുന്ന ആജ്ഞയായിട്ട് എടുത്താൽ മതി എന്ന് ഗോമതി ആനന്ദിനോട് പറയാം. ഇത് കേൾക്കുന്ന ആനന്ദിന് ദേഷ്യവും സങ്കടവും വാശിയും ഒക്കെ വരികയാണ്. അമ്മ അതേ കാര്യത്തിൽ തന്നെ ഇങ്ങനെ ചുറ്റിത്തിരിയാതെ അമ്മയ്ക്ക് വേറെ എന്തെങ്കിലും കാര്യം സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കുക എന്ന് ആനന്ദ് പറയാം. അതെന്താ ആ കാര്യം സംസാരിച്ചാൽ എന്നപ്പോൾ ഗോമതി ചോദിക്കുക. ദേവി നിന്നോട് എന്ത് തെറ്റടാ ചെയ്തത് എന്ന് വീണ്ടും ഗോമതി പറയാൻ കേട്ടോ. അത് കേൾക്കുമ്പം ദേവിയെ പറ്റിയുള്ള സത്യങ്ങളൊക്കെ ഗോമതിയോട് പറയാൻ പോലും കഴിയാതെ നമ്മുടെ ആനന്ദ് നിൽക്കുകയാണ്. എന്താ ആനന്ദ ഈ പറയുന്നത്? സ്നേഹിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം അവൾ നിന്നെ സ്നേഹിക്കുന്നില്ലേ? ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു. അത് ആരുടെയും തെറ്റുകൊണ്ടല്ല. അത് നഷ്ടപ്പെട്ടു പോയി. അതിനെപ്പറ്റി ഇനി ആലോചിച്ച് സങ്കടപ്പെട്ടിട്ട് എന്താ? അതിന് അവളെ തെറ്റുകാരിയാക്കാൻ നോക്കുവാണോ നീ എന്ന് ഗോമതി ദേഷ്യപ്പെട്ടുകൊണ്ട് വീണ്ടും വീണ്ടും ആനന്ദിനോട് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആനന്ദ് ഗോമതിയോട് ഒന്നും പറയുന്നില്ല. അമ്മയോട് സത്യങ്ങളൊന്നും പറയാൻ എനിക്ക് സാധിക്കില്ല, അതുകൊണ്ട് തന്നെ ഒന്നും ഞാൻ മിണ്ടുന്നില്ല എന്ന് ആലോചിച്ച് നിൽക്കുക. എടാ, നീ ആലോചിച്ച് സമയമൊന്നും കളയണ്ട. എന്തോ കള്ളം പറയാനായിട്ട് ആലോചിച്ച് കൂട്ടുവാന്നും എനിക്ക് മനസ്സിലാകുന്നുണ്ട്. നീ എന്താണെന്ന് വെച്ചാൽ തുറന്നു പറ എന്ന് ഗോമതി അപ്പം ആനന്ദിനോട് ചോദിക്കുകയാണ്.
അമ്മേ ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല, നിനക്കൊന്നും പറയാനില്ലേ എന്ന് ഗോമതി അപ്പോൾ വീണ്ടും ആനന്ദിനോട് ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. എൻ്റെ മുന്നിലിട്ട് ദേവിമോളെ ഇനി നീ വിഷമിപ്പിക്കരുത്, എനിക്കത് കണ്ടു നിൽക്കാൻ പറ്റില്ല. എല്ലാവരുടെയും കൺമുന്നിൽ അവൾ വലിയ മഹാറാണിയാണല്ലോ എന്ന് ആനന്ദ് അപ്പോൾ പറയാം. അങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്ന് ആനന്ദ് വീണ്ടും പറയാം. നിങ്ങളെല്ലാവരും കൂടെ അവളെ തലയിലെടുത്ത് ചുമന്നോട്ട് നടന്നോ. ഇപ്പം നിങ്ങളുടെയൊക്കെ ശത്രു ഞാനാണല്ലോ, എന്നെയാണല്ലോ ആർക്കും വേണ്ടാത്തത്, നഷ്ടപ്പെട്ടത് എനിക്കാണല്ലോ എന്ന് ചോദിച്ച ആനന്ദ് കരയാ. പോയത് എൻ്റെ കുഞ്ഞാണല്ലോ, എൻ്റെ മാത്രം കുഞ്ഞ്, നിങ്ങൾക്കൊക്കെ എന്താ നഷ്ടം എന്ന് ചോദിച്ച് ആനന്ദ് അവിടുന്ന് കരഞ്ഞുകൊണ്ടങ്ങ് ഇറങ്ങിപ്പോവാം. അപ്പം താൻ പറഞ്ഞതൊക്കെ ആനന്ദ് മറ്റൊരു രീതിയിലാണ് എടുത്തതെന്ന് കാണുന്ന ഗോമതിക്ക് വീണ്ടും സങ്കടം വരിക. ഇവനെന്താ ഞാൻ പറഞ്ഞു കൊടുത്തതൊന്നും മനസ്സിലാകാത്തത്, ഷോ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യണമെന്നറിയാതെ ഗോമതി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് കേട്ടോ. ഇതേ സമയത്ത് കൃഷ്ണമംഗലത്ത് നമ്മുടെ രാജശ്രീയായിട്ട് സംസാരിക്കാൻ വന്നതാണ് സുകന്യ. അപ്പം സുകന്യ രാജശ്രീയോട് പറയും, ഷോ ഞാൻ കാണിച്ചത് അബദ്ധമായി പോയല്ലേ, സത്യങ്ങളൊക്കെ അറിഞ്ഞെന്ന് കരുതിയാ ഞാനെല്ലാം വിളിച്ചു പറഞ്ഞത് എന്ന് പറയാം. എനിക്ക് പറഞ്ഞത് പറഞ്ഞു, ഇനി അതും ആലോചിച്ചിരുന്നിട്ട് എന്താ കാര്യം എന്ന് രാജശ്രീ അപ്പം ചോദിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ രാജശ്രീയും സുകന്യയും തമ്മിലുള്ള സംസാരം കേൾക്കുന്ന അതുവഴി പോകുന്ന ഇന്ദ്രമ്മ ഇവരിത്ര കാര്യമായിട്ട് എന്താ പറയുന്നതെന്ന് അറിയാൻ അത് ശ്രദ്ധിക്കുവേ. അപ്പോഴാണ് ദേവമംഗലത്തെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. എടി അലോക് അവിടെ കയറിയപ്പോൾ തന്നെ നിനക്ക് എന്നെ ഒന്ന് വിളിച്ചു പറഞ്ഞുകൂടായിരുന്നോ എന്ന് രാജശ്രീ അപ്പം സുകന്യോട് ചോദിക്കാം. ചേച്ചിയെ അറിയിക്കണമെങ്കിൽ ഞാനൊന്ന് അറിഞ്ഞു കിട്ടണ്ടേ, അവൾ അടുക്കള ഭാഗത്ത് വന്നപ്പോഴാണ് ഞാൻ അവനെ കാണുന്നത് എന്ന് പറയാണ്. എന്നിട്ട് നീ എന്താ ചെയ്തത്, നമ്മുടെ കുഞ്ഞല്ലേ, അവൻ്റെ കാര്യത്തിൽ എനിക്കും ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഇല്ലേ എന്ന് സുകന്യ രാജശ്രീയോട് ചോദിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ അനുശ്രീ ഇങ്ങോട്ട് വരേണ്ടതല്ലേ, അതിനുവേണ്ടിയല്ലേ നമ്മൾ ഇത്ര കഷ്ടപ്പെടുന്നത് എന്ന് പറയാം. അവളെ വശത്താക്കി കഴിഞ്ഞാൽ പിന്നെ ദേവമംഗലം മുഴുവനും എതിര് നിന്നാലും ഒരു പ്രശ്നമില്ലല്ലോ. അവൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തിനാ പേടിക്കുന്നത്, അതുകൊണ്ട് അവനെ ഞാൻ സപ്പോർട്ട് ചെയ്തത്. അവളിവിടെ വന്നാലല്ലേ നമ്മൾ മനസ്സിൽ കണ്ട പല കാര്യങ്ങളും നടക്കൂ. അപ്പം ഇതൊക്കെ കേൾക്കുന്ന ഇന്ദ്രാമ്മ ഞെട്ടിത്തരിച്ച് നിൽക്കുക. എൻ്റെ ചേച്ചി കൂടുതൽ പരുത്താതെ ഞാനുള്ള കാര്യം പറയാം, നീ എന്താ ഈ പറഞ്ഞു വരുന്നത് എന്ന് രാജശ്രീ ചോദിക്കും. ഞാൻ വന്ന് അടുക്കള ഡോറ് തുറന്ന് അവനെ അകത്ത് കയറ്റിയത് എന്ന് നമ്മുടെ സുകന്യ പറയാണ്. നീയാണോ അപ്പോൾ ഡോറ് തുറന്നു കൊടുത്തത്, അനു അല്ലേ എന്ന് ചോദിക്കുക. അല്ലെന്നേ, ഞാൻ തുറന്നു കൊടുത്തത് കൊണ്ട് അവനകത്ത് കയറിയത്. ദേവമംഗലത്ത് ഇത് ആരും അറിഞ്ഞിട്ടില്ല. ഞാൻ ഡോറ് തുറന്നിട്ടില്ലായിരുന്നെങ്കിൽ അവനകത്ത് കയറാനും പോകുന്നില്ല, ഈ സംഭവങ്ങളൊന്നും നടക്കാനും പോകുന്നില്ല എന്ന് പറയാൻ കേട്ടോ. ഇത് കേൾക്കുന്ന നമ്മുടെ ഇന്ദ്രാമ്മ ഞെട്ടിത്തെറിച്ച് നിൽക്കുക. അപ്പം ഇവളാണോ അവനെ അകത്ത് കയറ്റിയത്, ഇവൾ ഈ കാണുന്ന പോലല്ലല്ലോ എന്നൊക്കെ പറയാം. അങ്ങനെ ഓരോ നീക്കങ്ങളും ഞാനും കൂടി ആലോചിച്ച ചേച്ചി നിയന്ത്രിച്ചേ എന്ന് പറയാം. മീനാക്ഷി അലോകിൻ്റെ തലക്കടിച്ചത് എല്ലാം തീർന്നെന്ന് തന്നെയാണ് ഞാൻ കരുതിയത്. അയ്യോ, എൻ്റെ മോനെ തല്ലിയവളോട് എനിക്കിപ്പം തന്നെ ചോദിക്കണം, എൻ്റെ ചേച്ചി മണ്ടത്തരം കാണിക്കല്ലേ, അങ്ങോട്ട് ചെന്ന് കയറി കൊടുക്കാതെ അവിടെ എല്ലാവരും ഭ്രാന്ത് കയറി ഇരിക്കുക, ചേച്ചിയെ കണ്ടാൽ മതി, തീർന്നു, ചേച്ചിയെ വേണേ പച്ചയ്ക്ക് കത്തിക്കും എന്ന് പറയും. ഈ സുകന്യ ഇവളെ എത്ര ദുഷ്ടിയാ, ഇത്രയും ദുഷ്ടത്തരം മനസ്സിലുള്ള ഇവളെ തന്നെയാണല്ലോ ഈശ്വര എൻ്റെ പാവം ധർമ്മന് ഭാര്യയായി കിട്ടിയത്. ഇവളെ പറ്റി എന്തെങ്കിലും ഒരു ധാരണ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ധർമ്മനെ കൊണ്ട് ഇവളെ ഞാൻ കല്യാണം കഴിപ്പിക്കില്ലായിരുന്നു. ഇവൾ ഒറ്റ ഒരുത്തി അപ്പം ദേവമംഗലത്തുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. എരുതിയിൽ എണ്ണ ഒഴിച്ച് പ്രശ്നങ്ങൾ ആളി കത്തിക്കുന്നതും ഇവളാ എന്നൊക്കെ ഇന്ദ്രാമ്മ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതേസമയം രാജശ്രീ സുകന്യോട് ചോദിക്കുകയാണ്, എടി നീ തെളിച്ചു പറ, അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചത്, അലോക് അകത്ത് കയറിയതിന് ശേഷം എന്താ നടന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പം അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം സുകന്യ വള്ളി പുള്ളി തെറ്റിക്കാതെ നമ്മുടെ രാജശ്രീ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് കേട്ടോ. ചേച്ചി അവനിവിടെ അകത്ത് കയറി വന്നു അതിനുശേഷം അനുവിൻ്റെ റൂമിലേക്ക് കയറിയ കാര്യവും മീനു കാണുന്നതും നമ്മുടെ ദേവിയുടെ വയറ്റിൽ ചവിട്ടുന്നതും തുടങ്ങി എല്ലാ കാര്യങ്ങളും അറിയിക്കുക. ഇതെല്ലാം കേൾക്കുന്ന ഇന്ദ്രമ്മ ഞെട്ടിത്തരിച്ച് നിൽക്കുക. ഇതേസമയം ദേവമംഗലത്ത് നമ്മുടെ ബാലൻ ആകെ ചിന്തിച്ച് സങ്കടപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. പെട്ടെന്നാണ് ഒരു ഫോൺ വരുന്നത്. വേറെ ആരുമല്ല, നമ്മുടെ രാമേട്ടനാണ് ബാലനെ വിളിക്കുന്നത്. എന്താ രാമേട്ട, നീ എന്താ കടയിലേക്കൊന്നും വരുന്നില്ലേടാ എന്ന് നമ്മുടെ രാമേട്ടൻ അപ്പം ചോദിക്കും. ഞാൻ വീട്ടിലുണ്ട് എന്ന് പറയാം. വീട്ടിലുണ്ടോ, എന്നിട്ട് എന്താ കടയിലേക്ക് വരാത്തെ? രാമേട്ട, അത് കുറച്ച് ദിവസത്തേക്ക് ഞാൻ ഇനി കടയിലേക്ക് വരുന്നില്ല എന്ന് ബാലൻ പറയാം. എന്താ ഉണ്ടായത്? വരുന്നില്ല, അത്രേ ഉള്ളൂ. നീ എന്തുവാടാ ഈ പറയുന്ന ബാല? ആ ഡീലറെ കാണാൻ പോകണ്ടേ? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും? പച്ചക്കറിയിലോട് അയക്കണ്ടേ? അവിടെ ധർമ്മനും ആകാശവും ഒക്കെ ഇല്ലേ, അവർ നോക്കിക്കോളും. ആകാശിനെ ഞാനൊന്നും ഏൽപ്പിക്കുന്നില്ല എന്നാണല്ലോ അവൻ്റെ പരാതി എന്ന് അപ്പം ബാലൻ രാമേട്ടനോട് ചോദിക്കുക. അവന് ഉത്തരവാദിത്വമായിട്ട് കടയൊക്കെ നോക്കട്ടെ. അവനെ
നൃത്തം പഠിപ്പിക്കാൻ വേണ്ടിയാണോ ഇയാൾ വലിയ മുതലാളി കളിച്ച് വീട്ടിൽ കയറി ഇരിക്കുന്നത്? ഗോമതി ഇല്ലേ അവിടെ? അവൾ ഇതൊന്നും അറിഞ്ഞില്ലേ? ആ, നീ ഗോമതിക്ക് ഫോണൊന്ന് കൊടുത്തേ, ഞാൻ അവളോട് സംസാരിക്കട്ടെ എന്ന് രാമേട്ടനപ്പം പറയാം. ഗോമതി എന്നും പറഞ്ഞ് നമ്മുടെ ബാലനപ്പം വിളിക്കാണ് കേട്ടോ. അപ്പോൾ ബാലൻ വിളിക്കുന്ന കേട്ട ഗോമതി അങ്ങോട്ട് വരിക. രാമേട്ടനാ, നിന്നോട് സംസാരിക്കണോ അത്രേ. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ഗോമതി ഫോൺ മേടിച്ച് അറ്റൻഡ് ചെയ്യുക. എന്താ രാമേട്ട? ആ പറഞ്ഞു എന്ന് ചോദിക്കാം. ബാലൻ, രണ്ടാമത്തെ മോനെ ഉത്തരവാദിത്വം പഠിപ്പിക്കാൻ വേണ്ടിയാണോ ഗോമതി വീട്ടിൽ കയറി ഇങ്ങനെ ചടഞ്ഞുകൂടി ഇരിക്കുന്നേ എന്ന് ചോദിക്കുകയാണേ. അപ്പം ഗോമതി എന്ത് പറയണമെന്ന് അറിയാതെ നിൽക്കുക. നിനക്കൊന്നും പറയാനില്ലേ ഗോമതി എന്ന് വീണ്ടും ചോദിക്കുക രാമേട്ടൻ. രാമേട്ട, ബാലേട്ടൻ കുറച്ച് ദിവസത്തേക്ക് അങ്ങോട്ട് വരുന്നില്ല എന്ന് ഗോമതിയും പറയാം. അത് ശരി, അപ്പോൾ ഭാര്യയും ഭർത്താവും ചേർന്നിട്ടുള്ള പണിയാണല്ലേ എന്ന് പറയാം. ദേവിമോക്ക് സംഭവിച്ച അപകടവും അത് ഞങ്ങൾക്കുണ്ടായ നഷ്ടമൊക്കെ രാമേട്ടൻ അറിഞ്ഞു കാണുമല്ലോ എന്ന് ഗോമതി ചോദിക്കും കേട്ടോ. ആ, അതൊക്കെ ഞാൻ അറിഞ്ഞു, ഒന്നും അറിയാഞ്ഞിട്ടല്ല. അവനവിടെ ഒറ്റയ്ക്കിരുന്നാലേ ഓരോന്ന് ആലോചിച്ച് വിഷമിക്കുകയല്ലേ ഗോമതി ഉള്ളൂ എന്ന് രാമേട്ടൻ വീണ്ടും ചോദിക്കും. ഇവിടെ ആണെങ്കിൽ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ. അതുമല്ല, കടയിൽ വരുന്ന ആളുകളെയൊക്കെ കാണുമ്പം ബാലൻ്റെ മനസ്സൊന്ന് ശാന്തമാകും. എങ്ങനെയെങ്കിലും അവനെ പറഞ്ഞ് കടയിലേക്ക് അയക്കെൻ്റെ ഗോമതി എന്ന് രാമേട്ടൻ പറയുമ്പം ഗോമതി പറയും, ഞാൻ നോക്കാം രാമേട്ട, ബാലേട്ടനോട് പറയാം എന്ന് പറയാണ് കേട്ടോ. എന്നിട്ട് ഫോൺ കട്ട് ചെയ്ത് ഗോമതി ബാലൻ്റെ കൈ കൊണ്ട് കൊടുക്കാനായിട്ട് ചെല്ലുക. എന്നിട്ട് ബാലൻ്റെ അടുത്തായിട്ട് ഇരിക്കും. എന്താ രാമേട്ടൻ തന്നോട് ഇത്ര കാര്യമായിട്ട് പറഞ്ഞത് എന്ന് ചോദിക്കുക. ബാലേട്ട, അത് ബാലേട്ടൻ ഇവിടെ തന്നെ ഇങ്ങനെ ചടഞ്ഞുകൂടിയിരുന്ന പഴയ കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും ആലോചിച്ച് സങ്കടം കൂടുമല്ലേ ഉള്ളൂ ബാലേട്ട. ബാലേട്ടൻ കടയിലോട്ട് ചെല്ല് എന്ന് ഗോമതി നിർബന്ധിക്കുക. ഗോമതി, മനസ്സമാധാനം ആഗ്രഹിക്കാത്ത ഒരാളും ഈ ലോകത്തില്ല. തനിക്കതറിയാവോ? എന്നെ പേടിപ്പിക്കുന്ന എന്താണെന്ന് ഞാൻ തന്നോട് പറഞ്ഞില്ലേ? വീണ്ടും വീണ്ടും താൻ എന്നോട് ഇത് തന്നെ പറയല്ലേ? ഇങ്ങനെയാണോടോ മോളെ വളർത്തുന്നതെന്ന് എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ തകർന്നു പോകുവടോ. എനിക്ക് പറയാൻ മറുപടിയില്ല. പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ എന്ന് ബാലൻ ഗോമതിയോട് ചോദിക്കുകയാണ്. ബാലൻ്റെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്ന ഗോമതി ഒന്നും പറയാനില്ലാതെ ഇരിക്കുകയാണേ. എങ്കിലും ബാലേട്ട എന്ന് വീണ്ടും പറയും. എടോ, മുന്നോട്ട് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടോ. പഴയ പോലെ കടയിൽ പോകണമെന്നും എല്ലാ കാര്യങ്ങളും നടത്തണമെന്നും ഒക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ മുന്നിൽ ഇരുട്ട, ഒരു പ്രതീക്ഷ പോലും മുന്നിലില്ലടോ. അതുകൊണ്ടാ ഞാൻ എങ്ങോട്ട് പോകാനാ? ഞാനിവിടെ ഇങ്ങനെ ഇരുന്നോളാം. തൽക്കാലം ധർമ്മനും രാമേട്ടനും ഒക്കെ ഉണ്ടല്ലോ, ആകാശമുണ്ട്, അവർ കടയിലെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ എന്ന് പറയണേ. ഇതേ സമയം നമ്മുടെ ഇന്ദ്രാമയാണെങ്കിൽ ധർമ്മനെ കാണാനായിട്ട് കാത്തു നിൽക്കുക. അമ്മ എന്താ ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുന്നേ എന്നപ്പം ധർമ്മൻ ചോദിക്കേ. അമ്മേ, എന്താ അമ്മേ, കാര്യം പറ എന്ന് പറയാം. എടാ, നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് എനിക്ക് എന്ന് പറയാം. അമ്മയ്ക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചാൽ പോരെ, ഞാൻ അങ്ങോട്ട് വരില്ലേ എന്ന് അപ്പം ധർമ്മൻ ചോദിക്കേ. അവിടെ വെച്ച് സംസാരിക്കാൻ പറ്റാത്ത കാര്യമായതുകൊണ്ടല്ലേ ഞാൻ നിന്നെ ഇവിടെ കാത്തു നിന്നത് എന്ന് ഇന്ദ്രാമ്മ അപ്പം പറയാം. കാര്യം എന്താ അമ്മേ? അമ്മ എന്തോ സീരിയസ് കാര്യമാണല്ലോ പറയാൻ പോകുന്നത്. എന്താ അമ്മേ കാര്യം എന്ന് പറയും. ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പം നീ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ല എന്ന് ഇന്ദ്രാമ്മ പറയും. നിന്നോട് ഇത് പറയണോ വേണ്ടയോ എന്ന് 100 വട്ടം ഞാനിത് ആലോചിച്ചതാ അമ്മേ. മനുഷ്യനെ ഇങ്ങനെ കയറ്റാതെ കാര്യം എന്താന്ന് വെച്ചാൽ അമ്മ പറ. അലോകിനെ മുറിയിൽ വിളിച്ച് കയറ്റിയെന്ന് പറഞ്ഞ് അനുവിനെ ക്രൂശിക്കുന്ന കൂട്ടത്തിൽ നീയും ഉണ്ടോ എന്ന് ധർമ്മനോട് ചോദിക്കും. അമ്മേ, അതൊന്നും അമ്മ പറയണ്ട. അതൊന്നും അറിഞ്ഞതിന് ശേഷം അനുമോളോട് സംസാരിക്കാൻ പോലും എനിക്ക് തോന്നിയിട്ടില്ല. അവൾ എത്ര വലിയ തെറ്റാ ചെയ്തത്. അവൾ ഒറ്റ ഒരുത്തി കാരണമല്ലേ ആ കുഞ്ഞിനെ നഷ്ടപ്പെടുത്തത്. അനുമോളിൽ നിന്ന് ഞങ്ങൾ ആരും ഇത് പ്രതീക്ഷിച്ചില്ല എന്ന് പറയാം. അതിന് അവൾ ആരെയും വിളിച്ച് വീട്ടിൽ കയറ്റിയിട്ടില്ലടാ എന്ന് പറയണം കേട്ടോ ഇന്ദ്രാമ്മ. പിന്നെ അവൾ പറന്നാണോ അവൻ വീട്ടിൽ വന്നത്? എടാ, നിനക്ക് ബുദ്ധിയില്ലേ? ആരെങ്കിലും ഒരാൾ ഡോറ് തുറന്നു കൊടുക്കാതെ അലോകിന് ദേവമംഗലത്തേക്ക് കയറാൻ പറ്റുമോ? നിങ്ങൾ എന്താ ഇങ്ങനൊന്നും ചിന്തിക്കാത്തത്? നീ ഇത് ചിന്തിച്ചിട്ടില്ലേടാ പൊട്ട എന്ന് ചോദിക്കും. നിങ്ങൾ ആരും ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ലേ എന്ന് വീണ്ടും ഇന്ദ്രാമ്മ ചോദിക്കുക. നിങ്ങളെല്ലാവരും അനുവിനെ തല്ലാനും കൊല്ലാനും നടക്കുന്നു. ആ സമയത്ത് ഒരാൾക്ക് പോലും ഇങ്ങനെ ചിന്തിക്കാൻ തോന്നിയില്ലല്ലോ എന്ന് ഇന്ദ്രാമ്മ ചോദിക്കുക. എടാ, അലോക് ആ വീട്ടിൽ വന്നിട്ടുണ്ട് ിൽ ആരോ ഒരാൾ അവനെ സഹായിച്ചിട്ടുണ്ട്. അക്കാര്യം എന്താ നിങ്ങൾ ആരും ചിന്തിക്കാത്ത? എന്താ പറഞ്ഞു വരുന്നത്? ദേവമംഗലത്ത് അവനെ സഹായിക്കാൻ വേറെ ആരാ ഉള്ളത് എന്ന് ചോദിക്കാം. അവനെ സഹായിക്കാൻ ദേവമംഗലത്ത് ഒരാളുണ്ട്. അത് അനുവല്ല. അത് ആരാണെന്ന് നീ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. അമ്മ ആരെ ഉദ്ദേശിക്കുന്നത് എന്നപ്പം ധർമ്മൻ ചോദിക്കാം. ഇപ്പം ഞാൻ പറയാതെ തന്നെ നിന്റെ മനസ്സിൽ ഒരാളുടെ പേര് വന്ന് കാണുമല്ലോ എന്ന് ചോദിക്കാം. സുകന്യയുടെ പേര് ധർമ്മൻ്റെ മനസ്സിലേക്കും കടന്നു വരികയാണ്. സുകന്യയോട് വല്ലാത്തൊരു ദേഷ്യം നമ്മുടെ ധർമ്മൻ ഉണ്ടാവുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ ഇന്ദ്രാമ്മയോട് സുകന്യ തന്നെയാണോ എന്ന് ചോദിക്കാനായിട്ട് ധർമ്മൻ തുടങ്ങുക.
അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡും അവസാനിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്.